ജയിക്കിന്റെ പാർട്ടി ബംഗാളിൽ 0 മാറിയപ്പോൾ അവിടെ ഒരു 3-4% വോട്ടിലേക്ക് അവരെ പാർട്ടി ചുരുങ്ങിയപ്പോ അത്രയും കാലം CPM-നൊപ്പം നിന്നിരുന്ന ബംഗാളിലെ പൊതുസമൂഹവും CPM പാർട്ടി അംഗങ്ങളും CPM നേതാക്കളും ചേക്കേറിയത് BJP-യിലേക്കാണ്. വലിയൊരു വിഭാഗം ചേക്കേറിയത് കുറെ പുറത്ത് തൃണമൂലിലേക്ക് പോയി. അല്ലെങ്കിൽ അവരുടെ പാർട്ടി എവിടെ പോയി? ഇത്രയും കാലം ബംഗാൾ ഉണ്ടായിരുന്ന പാർട്ടി എവിടെ പോയി എന്ന് ജയിക്ക് മറുപടി പറയണം. ത്രിപുരയിൽ നിങ്ങളുടെ MLA-മാരടക്കമുള്ളവർ, നിങ്ങളുടെ നിരവധി ജനപ്രതിനിധികൾ BJP-യിലേക്കാണ് വന്ന് ചേർന്നിട്ടുള്ളത്. സിറ്റിംഗ് MLA-മാരടക്കം. ബംഗാളിലും ആ സാഹചര്യമുണ്ട്. ഇനി ജയിക്കിനോട് ഒരു കാര്യം കൂടി പറയാം. നിങ്ങളുടെ നിലവിൽ കേരളത്തിലുള്ള മുൻ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ, പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ഒക്കെ BJP-യുമായി ചർച്ചയിൽ തന്നെയാണ്, BJP-യുമായി സംസാരിക്കുന്നുണ്ട്. അവരുടെ പേരുകളൊക്കെ ഈ സമയത്ത് പറയുന്നത് മര്യാദകേടായതുകൊണ്ടാണ്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും ഞങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. അവരിൽ പലരും CPM-ലും കോൺഗ്രസിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാണ്. ഇവരുടെ ആശയങ്ങളിൽ അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവരിപ്പോ എടുക്കുന്ന നയ സമീപനങ്ങളോട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരുണ്ട്. ഈ അനിൽ ആന്റണി തന്നെ ഏത് രീതിയിലാണ് കോൺഗ്രസിന് പുറത്തു വരുന്നത്? അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന ദേശവിരുദ്ധമായ നിലപാടുകളെ തുറന്നെതിർക്കുന്നത്. അനിൽ ആന്റണി ഏതെങ്കിലും അപക്ഷത്തിന് വേണ്ടി വന്ന ഒരാളല്ല. അല്ല, ഈ സാഹചര്യമൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണെന്നുള്ളതാണ് പ്രശ്നം. പത്മജ വേണുഗോപാൽ ഒരു പ്രശ്നം വെച്ചാൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. അല്ല, ഒരു കാര്യം പറയാം. ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയിലെങ്കിലും 2-3 ദിവസം മുമ്പ് പറഞ്ഞ കാര്യങ്ങളെങ്കിലും ഡിലീറ്റ് ചെയ്യണ്ടേന്ന്. ഇന്നലെ മിനിയാന്ന് വരെ നോക്കൂ, BJP 100 സീറ്റ് തികക്കില്ല, കാത്തിരിക്കുന്നത് വൻ തോൽവി. മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസ്താവനയാണ്. പത്മജ വേണുഗോപാൽ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് ഫെബ്രുവരി 22-ാം തീയതി. മോദി ഒരു ഫാസിസ്റ്റ് ആണോ എന്ന ചോദ്യത്തിന് പക്ഷപാതപരമായ മറുപടിയെന്ന് ഗൂഗിളിന് നോട്ടീസ് അയക്കാൻ കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ട് 24 ഫെബ്രുവരി 2 ആഴ്ച മുമ്പ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ മോദി ഒരു ഏകാധിപതിയാണെന്ന് 2 ആഴ്ച മുമ്പ് പറഞ്ഞിട്ട് ഇന്ന് പറയാണ് മോദിജി എനിക്ക് പണ്ടേ ഇഷ്ടമാണ്, മോദിജി ഈസ് സോ സ്ട്രോങ് എന്നൊക്കെ പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ട്, എന്ത് കാരണം കൊണ്ട് ഇവര് നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നു, എന്ത് കാരണം കൊണ്ട് നിങ്ങൾ അവരെ സ്വീകരിക്കുന്നു എന്നൊക്കെയുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? കേവല രാഷ്ട്രീയം എന്നുള്ളതിനപ്പുറം വേറെ എന്ത് ആശയ അടിത്തറയുടെ കാര്യത്തിലാണ്. ഇനി ഇവർ കോൺഗ്രസിൽ ഇരുന്ന് ബോറടിച്ചെങ്കിൽ ഇത്രയും കാലം കോൺഗ്രസിന് വേണ്ടി ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിനിയാന്ന് TN പ്രതാപന്റെ വെറുപ്പിനെതിരെയുള്ള യാത്രയിൽ പങ്കെടുത്ത് വെറുപ്പിനെതിരെ ഘോരഘോരം പ്രസംഗിച്ച് മോദിയെ വിമർശിച്ച ആള് ഇന്ന് മോദിജി ഈസ് സോ സ്ട്രോങ് എന്ന് പറയുമ്പോ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ ശ്രീ സന്ദീപ് വാര്യർ? അങ്ങനെയല്ല അഭിലാഷ്. അഭിലാഷ് പറഞ്ഞ കാര്യത്തിൽ തന്നെയുള്ള ഉത്തരവുണ്ട്. ഇന്നലെ വരെ അവർ നിലനിന്നിരുന്നത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണോ ആ രാഷ്ട്രീയ പ്രസ്ഥാനം അവരിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അവർ ഭംഗിയായി ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഇന്നലെ വരെ അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തം അവർ ഭംഗിയായി ചെയ്തെങ്കിലും അവരുടെ പാർട്ടി അവരെ വഞ്ചിച്ചു എന്ന് അവർക്ക് തോന്നി. അവർക്ക് നിരവധി കാലമായി തോന്നുന്നു എന്ന്. അത് അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വിഷമായിരുന്നു. അത് അവർ പുറത്ത് പലരോടും പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അവർ പുറമേക്ക് അച്ചടക്കമുള്ള പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് അവർ ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടാവും, പുറമേക്ക് സംസാരിച്ചിട്ടുണ്ടാവും. പിന്നെ ഇന്നലെ സംസാരിച്ച വിവരം അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞാൽ നോക്കൂ, ചില പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാവും. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, ഞങ്ങൾ ഇന്ന് പാർട്ടിയിൽ ചേരാൻ പോകുന്ന ആള് ഇന്നലെ ഇതെല്ലാവരും വിളിച്ചു പറഞ്ഞുകൊണ്ട് വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടില്ലല്ലോ. സ്വാഭാവികമാണ് അവരുടെ മേൽ പല സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ചില തന്ത്രങ്ങളൊക്കെ BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്റെ അഭിലാഷം ഇവരെക്കാൾ കൂടുതൽ രാഷ്ട്രീയ തന്ത്രം മെനയാൻ കെൽപ്പുള്ള രാഷ്ട്രീയ പാർട്ടി BJP ആണ്. നിങ്ങളെങ്കിലും അംഗീകരിക്കുമല്ലോ, സ്വാഭാവികമായിട്ട് അംഗീകരിക്കുമല്ലോ. അപ്പൊ ഞങ്ങൾ ചില സ്ട്രാറ്റജൈസ് ചെയ്തിട്ടുണ്ടാവും ചില കാര്യങ്ങൾ. അതിനെന്താ പ്രശ്നമുള്ളത്? ഈ സ്ട്രാറ്റജിയുടെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു കാര്യം കൂടി പറഞ്ഞ പക്ഷേ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, ഒരു സെക്കൻഡ് അല്ല, തലേ ദിവസം വരെ KM മാണിയെ കോഴമാണി എന്ന് വിളിച്ചിരുന്നവര് ആ കോഴമാണിയുടെ പാർട്ടി എടുത്ത് മുന്നണിയിൽ വെച്ചിട്ടുണ്ടല്ലോ. KM മാണിക്ക് പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി ബജറ്റിൽ പൈസ അനുവദിച്ചല്ലോ. KM മാണിയുടെ വീട്ടിൽ നോട്ടറി മെഷീൻ എടുത്ത് പറഞ്ഞിരുന്നവരുണ്ടല്ലോ. ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. BJP-യിലേക്ക് വരുമ്പോൾ മാത്രം നിങ്ങൾ ഇങ്ങനെ ഒരു നേതാവിനെ കുറിച്ച് അപഖ്യാതി പറയേണ്ട ഒരു കാര്യമില്ല.